സാക്ഷാൽ ലിയണൽ മെസ്സിയെ കാഴ്ചക്കാരനാക്കി അയാളുടെ സ്വന്തം മൈതാനമായ ക്യാമ്പ് നൗവിൽ വെച്ച് PSG-യെ ഒറ്റക്കൊന്നോളം ചുട്ടരിക്കുന്ന ഒരു നെയ്മർ ജൂനിയറുണ്ട് ഓർമ്മയിൽ. ലിയോ കളിച്ച ഒരു കളിയിൽ അയാളെ അത്രമേൽ അപ്രസക്തമാക്കിയ മറ്റൊരു ഇൻഡിവിജ്വൽ പെർഫോമൻസും ഞാൻ അധികം കണ്ടിട്ടില്ല. മെസ്സിക്കും ക്രിസ്ത്യാനോയ്ക്കും ശേഷം ആരാണ് എന്ന ചോദ്യത്തിന് ഓട്ടോമാറ്റിക് ഉത്തരമായി നെയ്മർ മാറിയ ഒരു കാലമായിരുന്നു അത്. ഡീഞ്ഞോയിൽ നിന്നും ലിയോയിൽ നിന്നും നെയ്മറിലേക്ക് നേടുന്ന ബാർസലോണയുടെ ലാറ്റിൻ അമേരിക്കൻ രഹസ്യമായി പലരും അതിനെ വായിച്ചു. സ്വപ്നങ്ങൾക്ക് ഉന്മത്ത വർണ്ണമേകി MSN ത്രയം യൂറോപ്പിനെ ത്രസിപ്പിച്ചു. ഒന്നിലേറെ ബാലൻഡിയോറുകളും ബാർസലോണയിലെ ലിയോയുടെ പിന്തുടർച്ചകളും ഒരു സ്വാഭാവിക പരിണാമമായി പ്രതീക്ഷിക്കപ്പെട്ടു. ഏറ്റവും സുന്ദരമായ സ്വപ്നങ്ങളിൽ നിന്നും അയാൾ ഉണർന്നെഴുന്നേൽക്കുന്നത് ഒരു നരകത്തിലേക്കായിരുന്നു. അയാളുടേത് മാത്രമല്ല, അവരുടെ ക്ലബിൻ്റെയും അയാൾക്ക് ഏറെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരുടെയും ബാധ്യതകൾ എന്നേക്കുമായി തിരുത്തിക്കുറിക്കപ്പെടുകയായിരുന്നു അന്ന്. ലിയോയുടെ നിഴൽ നിന്നുള്ള വിമുക്തി എന്ന കാരണം നെയ്മർ പോലും വിശ്വസിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാരീസും ലീഗ് 1 അയാൾക്ക് പറ്റിയ തട്ടകമേ ആയിരുന്നില്ല. മൂന്നാമനിൽ നിന്നും ഒന്നാമനിലേക്കല്ല, മറിച്ച് കൂട്ടത്തിൽ ഒരാളെന്ന സ്വയം നഷ്ടപ്പെടലിലേക്കാണ് അയാൾ നയിക്കപ്പെട്ടത്. അവിടെയും പക്ഷേ അയാൾ തൻ്റെ ഗെയിം മറന്നിരുന്നില്ല. ബോട്ടിങ്ങും പവാർഡും ലൂക്കാസ് ഹെർണാണ്ടസും അൽഫാന്ദ്ര ഡെവിസും അലാബയും ഉൾപ്പെട്ട ബയോൺ നിരയെ സിൽക്കി ടച്ചുകളാലും അവിശ്വസനീയമായ ക്രിസ്റ്റൽ ഡ്രിബ്ലിങ്ങുകളാലും നിറഞ്ഞാടുന്ന ഒരു നെയ്മറിനെ പിന്നെയും നമ്മൾ കാണുന്നുണ്ട്. ഷോ ബോട്ടിങ്ങിൽ അയാൾക്ക് മുൻഗാമിയായിരുന്നത് അയാളുടെ പ്രിയപ്പെട്ട ലിയോ ആയിരുന്നില്ല, മറിച്ച് ലിയോക്ക് ഏറെ പ്രിയപ്പെട്ട ഡീഞ്ഞോ ആയിരുന്നു. റബോണ, നെഡ്മക്കുകൾ, റെയിൻബോ ഫ്ലിക്കുകൾ, ഇലാസ്റ്റിക്കോ, ഷോൾഡർ പ്രൈം, നെയ്മറിൻ്റെ ആവനായിലെ ഷോ ബോട്ടിംഗ് ടൂളുകളുടെ നില എണ്ണമറ്റതായിരുന്നു. റൊണാൾഡീഞ്ഞോയ്ക്ക് ശേഷമുള്ള ഫുട്ബോളിലെ ഏറ്റവും വലിയ എൻ്റർടൈനറും ഈ ബ്രസീലിയൻ തന്നെയാകണം. പക്ഷേ ഷോ ബോട്ടിങ്ങിനോടുള്ള അമിതമായ ഈ പ്രതിബദ്ധത തന്നെയാകണം ഒരു കോംപ്രഹെൻസീവ് ഫുട്ബോളർ എന്ന നിലയിൽ നെയ്മറിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമായി നിന്നതും. ആർത്തിരമ്പുന്ന ഗാലറിക്കും തൻ്റെ ഉള്ളിലെ ഉന്മാദദായിനിയായ കലാകാരനും അയാൾ തന്നെ നൽകുന്ന ട്രിബ്യൂട്ടാണ് ഇത്രയും ട്രിക്കുകളൊക്കെയുമെന്ന് തിരിച്ചറിയുമ്പോഴും തൻ്റെ ഉള്ളിലെ അസാമാന്യമായ പ്രതിഭയോട് അയാൾക്ക് എത്രമാത്രം നീതി പുലർത്താനായി എന്ന് ചോദിക്കാതിരിക്കാനാകുന്നില്ല. സാന്റോസിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതിഭയിൽ മെസ്സിയേക്കാൾ ക്യാമനെന്ന് സാക്ഷാൽ പെലെയെ കൊണ്ട് പറയിപ്പിച്ച നെയ്മറിൻ്റെ വ്യക്തിഗത സീരീസിലെ ഏറ്റവും മികച്ച നേട്ടം ബാർസയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തമാക്കിയ ബാലൻഡിയോറിലെ 3ാം സ്ഥാനമാണ്. മെസ്സി റൊണാൾഡോ കാലത്തിൽ ജനിച്ചുപോയി എന്ന ദുര്യോഗത്തിനപ്പുറം അവർ ഇരുവരും ഈ കളിയോട് കാണിച്ച അതിരുകളില്ലാത്ത പ്രതിബദ്ധത പല കാരണങ്ങളിൽ നിന്നും നെയ്മറിൽ നിന്നും ഉണ്ടായില്ല എന്നതാണ് വാസ്തവം. 31ാമത്തെ വയസ്സിൽ യൂറോപ്പിൽ നിന്നും മാഞ്ഞു പോകേണ്ട ഒരു നക്ഷത്രമായിരുന്നില്ല നെയ്മർ. നിർഭാഗ്യങ്ങൾ പിന്തുടർന്ന ശാപദംശനമേറ്റ രാജകുമാരൻ്റെ കഥയല്ല അയാളുടേത്. അസാധാരണമായ പ്രതിഭാവിലാസത്തെ അങ്ങേയറ്റം ഉത്തരവാദിത്തരഹിതമായി ദൂർത്തടിച്ച രാജകുമാരൻ്റെ കഥയാണ് അയാളുടേത്. അപ്പോഴും അയാളോടുള്ള ഇഷ്ടം ഒരു തരി പോലും കുറയാതെ നിലനിൽക്കുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്. നെയ്മർ, യു ലോസ് ഇറ്റ് സംവെയർ മാൻ, യു ലോസ് ഇറ്റ് കംപ്ലീറ്റ്ലി.